ഇന്ന് ഞാൻ മീൻ പീര അല്ലെങ്കിൽ മീൻ പീര പറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. വളരെ കുറച്ച് എണ്ണ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും പൂട്ടിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഞ്ഞിയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് ആണ്. ഞാനിവിടെ കോഴിക്കോടൊന്നും ഈ കറി കണ്ടിട്ടില്ല. കൂടുതലും കോട്ടയം സൈഡിലുള്ള ആൾക്കാരാണ് ഇങ്ങനെ മീൻ പീര പറ്റിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മീൻ പീര ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ കറി വെക്കാനായിട്ട് 10 ചെറിയ ഉള്ളി, 8 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 തണ്ട് കരിവേപ്പില, 6 പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചെറിയുള്ളി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ. പിന്നെ സവോള വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു 1/2 സവോള മതിയാവും. പക്ഷെ ചെറിയുള്ളിയാണ് കൂടുതൽ നല്ലത് ഈ കറിക്ക്. ചെറിയുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയുള്ളി കഴിയുന്നതും നമ്മൾ കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. ഇനി ഞാൻ ഈ മീനൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഓരോ മത്തി ഏകദേശം ഒരു 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മീൻ പീര നെത്തോലി വെച്ചും ചെമ്മീൻ വെച്ചും ഒക്കെ ഉണ്ടാക്കാം. ഇതിന് ഒരുപാട് എണ്ണ ആവശ്യമില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ നേരത്തെ തന്നെ ഞാൻ 1 കഷ്ണം കുടംപുളി ചെറുതായിട്ട് കീറിയിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കറിക്ക് കുടംപുളിയാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെക്കണം. ചെറിയ ഉള്ളിയും അതുപോലെ നീളത്തിൽ അരിയാം. ഇഞ്ചിയും ഇതുപോലെ നീളത്തിൽ അരിയണം. ഇനി പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞാൽ മതി. ഇനി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/2 കിലോ മത്തി ആഡ് ചെയ്യുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കരിവേപ്പിലയും ആഡ് ചെയ്യാം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിരണ്ടിയ തേങ്ങയാണ്. അതായത് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയ തേങ്ങ. ഞാൻ ഇതിലേക്ക് ഒരു 3 പിടി തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു 3 പിടി തേങ്ങയാണ് ഈ കറിക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. ഇനി ഈ ചട്ടി അടുപ്പത്ത് വെച്ച് ഇനി അടച്ചു വെച്ച് നമുക്ക് ഈ കറി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഈ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ നല്ലതായിട്ട് കുറച്ച് എന്നിട്ട് ഇത് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ ചെറിയ തീയിൽ വേവിക്കണം. ഇടയ്ക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂണിട്ട് നമ്മൾ ഒരുപാട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഏതാണ്ട് 7 മിനിറ്റായി. മീൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി തീ കെടുത്തിയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. തീ കെടുത്തിയിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് അടച്ചു വെക്കുക. മീൻ പീര പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൻ കറി റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.